ഹലോ, അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സെൻറ്റർ ഓഫ് മാസിനെ കുറിച്ചിട്ടാണ്. അപ്പം റിജിഡ് ബോഡി എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. റിജിഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡെഫിനേഷൻ പോലെ പറയണമെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഇൻട്രാക്റ്റിംഗ് വിത്ത് ഈച്ച് അതർ സച്ച് ദാറ്റ് പൊസിഷൻ ഓഫ് ഈച്ച് പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ഈച്ച് അതർ റിമൈൻസ് ഫിക്സ്ഡ്. അതാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എന്നുള്ളതിന് ഈ പടം നോക്കുക. ഈ പടത്തിൽ നമ്മളൊരു റിജിഡ് ബോഡി, ഒരു കല്ലോ എന്തെങ്കിലുമാണ് കാണുന്നത്. അതിനകത്ത് ഞാൻ 2 പോയിൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് 2 പാർട്ടിക്കിൾസാണ്. ഐ എന്നൊരു പാർട്ടിക്കിളുണ്ട്, ജെ എന്നൊരു പാർട്ടിക്കിളുണ്ട്. എന്നിട്ട് ഇത് തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് RIJ എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് റിജിഡ് ബോഡി ആണെങ്കിൽ ഈ RIJയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഫോർ ഓൾ IJ. എല്ലാ പെയർ ഓഫ് IJയ്ക്കും എന്താണ് RIJ എന്നുള്ള വാല്യൂ മാറില്ല. അതാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. അതായത് സപ്പോസ് ഇവിടെ ഒരു ബോഡി ഉണ്ട്, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു പാർട്ടിക്കിൾ ഉണ്ട്. അപ്പം ആ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും തമ്മിൽ സെയിം ആണെന്നല്ല പറയുന്നത്. പകരം നമ്മൾ പറയുന്നത് ഏത് 2 പെയർ ഓഫ് പാർട്ടിക്കിൾ കൺസിഡർ ചെയ്താലും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ഓഫ് ടൈമാണ്. അത് ശ്രദ്ധിച്ചോണം. അതായത് റിജിഡ് ബോഡി എന്തെങ്കിലും ഒരു മോഷൻ സംഭവിക്കുമ്പോഴേക്കും ഈ 2 പെയർ ഓഫ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറുന്നില്ല. എന്നാൽ വേറൊരു പെയറുമായിട്ടുള്ള ഡിസ്റ്റൻസ്, അതായത് ഇവിടെ വേറൊരു പെയർ ഉണ്ടെങ്കിൽ ആ പെയറും ഈ പെയറും തമ്മിലുള്ള ഡിസ്റ്റൻസൊക്കെ വ്യത്യാസമായിരിക്കും. അത് കുഴപ്പമില്ല. പക്ഷേ 2 പാർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ മാറുന്നില്ല എന്നുള്ളതാണ് റിജിഡ് ബോഡിയുടെ കാര്യമായിട്ട് പറയുന്നത്. അതായത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഇൻട്രാക്റ്റിംഗ് വിത്ത് ഈച്ച് അതർ സച്ച് ദാറ്റ് ദ പൊസിഷൻ ഓഫ് ഈച്ച് പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ഈച്ച് അതർ റിമൈൻസ് ഫിക്സ്ഡ്. ഇനി ഈ റിജിഡ് ബോഡി ഒരു ട്രാൻസ്ലേറ്ററി മോഷൻ അണ്ടർഗോ ചെയ്യുകയാണെന്ന് വെച്ചാൽ, ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷൻ അല്ലേ? അപ്പം അങ്ങനെയാണ് എങ്കിൽ ആ റിജിഡ് ബോഡിയിലെ എല്ലാ പാർട്ടിക്കിൾസിനും സെയിം ഡിസ്പ്ലേസ്മെൻറ്റ്, സെയിം വെലോസിറ്റി, സെയിം ആക്സിലറേഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിജിഡ് ബോഡിയെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ബോഡിയിലെ ഏത് പാർട്ടിക്കിൾ എടുത്താലും ആ ഹോൾ ബോഡിയുടെ മോഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കാർ എടുത്തിട്ട് അത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡിൽ കൂടെ ഓടുകയാണ് എന്ന് വിചാരിക്കുക. അപ്പം കാറിൻ്റെ മുന്നിലുള്ള സീറ്റിൻ്റെ അതേ വെലോസിറ്റി തന്നെയാണ് പുറകിലത്തെ സീറ്റിൻ്റെയും വെലോസിറ്റി അല്ലേ? അപ്പോൾ കാറിൻ്റെ വെലോസിറ്റി പറയാനായിട്ട് എന്ത് പറഞ്ഞാൽ മതി? ഒന്നിൽ മുന്നിലത്തെ സീറ്റിൻ്റെ വെലോസിറ്റി പറയാം, അല്ലെങ്കിൽ പുറകിലത്തെ സീറ്റിൻ്റെ വെലോസിറ്റി പറയാം. രണ്ടും സെയിം ആയിരിക്കും. അതായത് ട്രാൻസ്ലേറ്ററി മോഷൻ ആണെങ്കിൽ റിജിഡ് ബോഡിയെ ഏത് പാർട്ടിക്കിൾ വെച്ചും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ വൈബ്രേറ്ററി ഓർ റൊട്ടേഷണൽ മോഷൻ ആണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. പല പാർട്ടിക്കിൾസിന് പല ഡിസ്പ്ലേസ്മെൻറ്റ്, പല വെലോസിറ്റി, പല ആക്സിലറേഷൻ ആയിരിക്കും. അപ്പോൾ വൈബ്രേറ്ററി ഓർ റൊട്ടേഷണൽ മോഷൻ ഓഫ് എ റിജിഡ് ബോഡി cannot be represented by the motion of any single particle of the system. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യത്യാസം. ട്രാൻസ്ലേറ്ററി മോഷൻ ആണെങ്കിൽ ഏത് പാർട്ടിക്കിൾ കൊണ്ടും ആ ഹോൾ ബോഡിയുടെ മോഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. വൈബ്രേറ്ററി ഓർ റൊട്ടേഷണൽ മോഷൻ ആണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും പാർട്ടിക്കിൾ വെച്ചൊന്നും അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ മോഷൻ ഓഫ് എ റിജിഡ് ബോഡി cannot be represented by the motion of any single particle in the system. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് ട്രാൻസ്ലേറ്ററി വരും, വൈബ്രേറ്ററി വരും, റൊട്ടേഷണൽ വരും. അപ്പോൾ നമ്മൾ പറയണം ഓവറോൾ മോഷൻ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ വെച്ച് നമുക്കങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ പറയണം വാട്ട് ഇഫ് വി ഹാവ് എ point inside the system such that the motion of the point represents the overall motion of the system.
അതായത് ഈ റിജിഡ് ബോഡിക്കകത്ത് ഒരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ പോയിൻറ്റിൻ്റെ മോഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ റിജിഡ് ബോഡിയുടെ മൊത്തം മോഷൻ ഇക്വലൻ്റ് ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ ആ പോയിൻറ്റിന് സെയിം വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ആസ് ദാറ്റ് ഓഫ് ദ സിസ്റ്റം തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ പോയിൻ്റ് ഇൻസൈഡ് ദ സിസ്റ്റം സച്ച് ദാറ്റ് ദ മോഷൻ ഓഫ് ദ പോയിൻ്റ് റെപ്രസെൻറ്റ്സ് ദ ഓവറോൾ മോഷൻ ഓഫ് ദ സിസ്റ്റം, അതിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെന്താണ് ആ ഹോൾ ബോഡിയുടെ മാസും ആ ഒറ്റ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് എന്നാണ് നമ്മളുടെ അസംഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ഹോൾ ബോഡിയുടെ മോഷനെ നമുക്ക് ഈ ഒറ്റ പാർട്ടിക്കിളിൻ്റെ മോഷനായിട്ടങ്ങ് കൺസിഡർ ചെയ്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിൻ്റ് ആക്ട് ആസ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് ഈക്വൽ ടു ദ മാസ് ഓഫ് ദ ഹോൾ സിസ്റ്റം. ഇതൊരു ഇമാജിനറി പോയിൻ്റാണ് കേട്ടോ, അത് ഓർത്തോണം. ലീനിയർ മൊമെൻറ്റം ഓഫ് ദിസ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ലീനിയർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം ആയിരിക്കും. മോഷൻ ഓഫ് ദിസ് പോയിൻറ്റ് റെപ്രസെൻറ്റ്സ് ദ മോഷൻ ഓഫ് ദ ഹോൾ സിസ്റ്റം. അപ്പോൾ അതാണ് നമ്മളുടെ സെൻറ്റർ ഓഫ് മാസ്. Center of mass is a point inside the system such that the motion of the point represents the overall motion of the system. അപ്പോൾ എന്താണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ പറയുകയാണെങ്കിൽ എന്താണ്, ദ പോയിൻറ്റ് വെയർ ദ ഹോൾ മാസ് ഓഫ് ദ സിസ്റ്റം ക്യാൻ ബി അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ് സച്ച് ദാറ്റ് under the action of an external force this point will move as in the same way as the system will move on applying the same external force on it. എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡിക്കകത്ത് ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുകയാണ്. ആ പോയിൻറ്റിലാണ് ആ ബോഡിയുടെ മൊത്തം മാസും കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. സച്ച് ദാറ്റ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനനുസരിച്ച് ഈ ഹോൾ ബോഡി മൂവ് ചെയ്യുന്നതും ആ എക്സ്റ്റേണൽ ഫോഴ്സിനനുസരിച്ച് ഈ പോയിൻ്റ് മൂവ് ചെയ്യുന്നതും ഈക്വലൻ്റ് ആണ്. അതാണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷനകത്ത് ഈ രണ്ട് പോയിൻറ്റും വരണം. അതായത് ഹോൾ മാസ് ഓഫ് ദ സിസ്റ്റം ഈസ് അസ്യൂം ടു ബി കോൺസെൻട്രേറ്റഡ്, ആ പോയിൻറ്റിലാണ്. രണ്ട് എക്സ്റ്റേണൽ ഫോഴ്സിനനുസരിച്ച് ആ ബോഡി മൂവ് ചെയ്യുന്നതും ആ പോയിൻ്റ് മൂവ് ചെയ്യുന്നതും ഈക്വലാണ്. അപ്പോൾ അതാണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഡെഫിനിഷൻ. ഈ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചോണം. ഇനി ഈ സെൻറ്റർ ഓഫ് മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഒരു കേസിൽ വേണ്ടിയിട്ട് നമ്മൾ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യുകയാണ്. n പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓരോന്നിൻ്റെയും മാസ് m1 m2 m3 അങ്ങനെ mn വരെ ഉണ്ട്. ഓരോന്നിൻ്റെയും പൊസിഷൻ r1 r2 r3 അങ്ങനെ rn വരെ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഒറിജിൻ O കൺസിഡർ ചെയ്തു. അവിടെ നിന്നാണ് നമ്മൾ പറയുന്നത്. ഞാനിവിടെ ഈ ഡയഗ്രാം കോംപ്ലിക്കേറ്റഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ പൊസിഷൻ വെക്ടർ രണ്ടെണ്ണേ കാണിച്ചിട്ടുള്ളൂ. അതായത് m1 m2 m3 m4 m5 m6 m7 m8 അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ പൊസിഷൻ വെക്ടർ r1ഉം r8ഉം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾ അസ്യൂം ചെയ്തോണം എന്താണ് r2 ഇവിടെ ഉണ്ട്, r3 ഇവിടെ ഉണ്ട്, r4 ഇവിടെ ഉണ്ട്, r5 ഇവിടെ ഉണ്ട്, അതെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ വരച്ചില്ല എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് എങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ CM എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ്, അതിനെ COM എന്നും വിളിക്കാറുണ്ട്. പല പുസ്തകത്തിൽ പലതാണ് വിളിക്കുക. അപ്പം R is the position of center of mass that is equal to m1 r1. ഈ m1 അതിൻ്റെ പൊസിഷൻ വെക്ടർ r1 പ്ലസ് m2 r2. ഈ m2 അതിൻ്റെ പൊസിഷൻ വെക്ടർ r2 നമ്മൾ വരച്ചിട്ടില്ല, പക്ഷേ അവിടെ ഉണ്ട് കേട്ടോ. r2 പ്ലസ് എക്സെട്ര അപ് ടു mn rn. ഇവിടെ നമുക്ക് m8 വരെയുള്ളൂ. അപ്പോൾ നമ്മൾ m8 r8 എന്ന് വേണം ഈ കേസിൽ എഴുതാനായിട്ട്. ഇൻ ജനറൽ നമ്മൾ n പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നല്ല പറഞ്ഞത്, അതുകൊണ്ടാണ് mn rn എഴുതിയേക്കുന്നത്. ഡിവൈഡഡ് ബൈ ഈ എല്ലാ മാസും കൂടെ എഴുതി കൂട്ടുക. m1 പ്ലസ് m2 പ്ലസ് എക്സെട്ര അപ് ടു mn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞു മാസുകളെല്ലാം കൂടെ എഴുതി കൂട്ടിയതിനെ നമ്മൾ ടോട്ടൽ മാസ് ക്യാപിറ്റൽ M ആയിട്ട് എഴുതാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RCM, അതായത് പൊസിഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് സിഗ്മ ഓവർ ഓൾ പാർട്ടിക്കിൾസ് mi ri divided by capital M, where capital M is the total mass of the system.
അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് വെച്ചിട്ട് എങ്ങനെയാണ് പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ RCM എന്ന് പറഞ്ഞു, അതിൻ്റെ കമ്പോണൻസ് XCM YCM ഉണ്ടെന്ന് വിചാരിക്കാം. ഇൻ ജനറൽ ZCM ഉണ്ടാകാം കേട്ടോ. നമ്മളിവിടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് 2 ഡയമെൻഷനിലാണ് കാണിച്ചേക്കുന്നത്, പക്ഷേ 3 ഡയമെൻഷനിലും ഈ കാര്യങ്ങൾ എഴുതാൻ പറ്റും. എക്സ് സെൻറ്റർ ഓഫ് മാസ്, അതായത് സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് പൊസിഷൻ എന്ന് പറയുന്നത് M1 X1. അത് X1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ R1ൻ്റെ എക്സ് കമ്പോണൻ്റാണ് X1, റൈറ്റ്? R2ൻ്റെ എക്സ് കമ്പോണൻ്റാണ് X2. അങ്ങനെ M1 X1 പ്ലസ് M2 X2 എക്സെട്ര അപ് ടു Mn Xn ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ മാസ് തന്നെയാണ്. YCM എന്ന് പറഞ്ഞാൽ എന്താണ്? M1 Y1. Y എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ R1ൻ്റെ Y കമ്പോണൻ്റാണ് Y1, R2ൻ്റെ Y കമ്പോണൻ്റ് ആയിരിക്കും Y2. അങ്ങനെ Rnൻ്റെ Y കമ്പോണൻ്റ് ആയിരിക്കും എന്ത്? Yn. അപ്പോൾ ഈ ഫോർമുല YCM എന്ന് പറഞ്ഞാൽ M1 Y1 പ്ലസ് M2 Y2 പ്ലസ് എക്സെട്ര അപ് ടു Mn Yn ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എക്സെട്ര അപ് ടു Mn. അത് ടോട്ടൽ മാസാണ് ഈ ഡിനോമിനേറ്ററിൽ വരുന്നത്. ഇനി ഞാൻ പറഞ്ഞു ZCMും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതും? ഇവിടെ X കൊടുത്തേക്കുന്നതിന് പകരം എന്തായിട്ട് എഴുതണം? Z ആയിട്ട് മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് എന്താണ് ഒരു സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. സപ്പോസ് നമുക്ക് സെറ്റ് ഓഫ് പോയിൻറ്റ്സ് അല്ല, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ എഴുതി കൂട്ടില്ല, പകരം എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ആണ് ചെയ്യുക, അല്ലേ? ഓക്കെ. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? വി കനോട്ട് കൺസിഡർ ദ ബോഡി ആസ് എ സിസ്റ്റം ഓഫ് ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ്, but we can consider an elementary section of mass dm. ഒരു കുഞ്ഞ് സെക്ഷൻ ഓഫ് മാസ് dm എടുത്തു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ dm മൾട്ടിപ്ലൈഡ് ബൈ എക്സ്. എക്സ് എന്ന് പറയുന്ന ആ dmൻ്റെ പൊസിഷനാണ് എക്സ് എന്ന് പറയുന്നത്, ആ dmൻ്റെ പൊസിഷനാണ് y എന്ന് പറയുന്നത്, ആ dmൻ്റെ പൊസിഷനാണ് Z എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പടം വരച്ചപ്പോൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടി 2 ഡയമെൻഷനിലെ പടമേ വരച്ചിട്ടുള്ളൂ. ഇക്വേഷൻ എഴുതിയപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3ൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പം dm എന്ന് പറയുന്നത് കുഞ്ഞ് എലമെൻ്റൽ മാസ് dm മൾട്ടിപ്ലൈഡ് ബൈ എക്സിൻ്റെ പൊസിഷൻ എക്സ്, ഇൻ്റഗ്രൽ എന്ത് ചെയ്യണം? ആ ഹോൾ ബോഡിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതായത് ആ ഹോൾ ബോഡിയിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കുറേ dm ഉണ്ടാവും, അല്ലേ? അപ്പോൾ എല്ലാ dmൻ്റെ ഓവറായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ആ ടോട്ടൽ മാസ് ഓഫ് ദ ബോഡിയാണ് ക്യാപിറ്റൽ M. അത് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അത് ആ ഇൻ്റഗ്രലിൻ്റെ ഭാഗമായിട്ട് വരണം എന്നില്ല, അത് പുറത്തെടുത്താണ് നമ്മൾ സാധാരണ ഇൻ്റഗ്രേറ്റ് ചെയ്യാറ്. അപ്പം XCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ dm x ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M. YCM dm ഇൻ്റഗ്രൽ dm y ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M. ZCM എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ dm z ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M. അപ്പം അങ്ങനെയാണ് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുക. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി +2 പഠിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് റെഗുലർ ബോഡീസ്, അപ്പോൾ നിങ്ങളുടെ ബുക്കിനകത്ത് അത് വിശദമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ചിലപ്പോൾ പ്രോബ്ലത്തിനകത്തൊക്കെ ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞു വെക്കണം. അതായത് നിങ്ങൾ +2 പഠിച്ച ഒരു കാര്യം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഔട്ട് ഓഫ് സിലബസ് അല്ല, അത് ബേസിക്സ് ആണ്. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞു വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, യൂണിഫോം സ്ഫിയർ ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? സോളിഡ് സ്ഫിയർ ആണെങ്കിലും ശരി, ഹോളോ സ്ഫിയർ ആണെങ്കിലും ശരി, സെൻറ്റർ ഓഫ് ദ സ്ഫിയറിൽ തന്നെയാണ് എന്ത്? സെൻറ്റർ ഓഫ് മാസ് വരിക. അതുപോലെ യൂണിഫോം സിലിണ്ടർ ആണെങ്കിൽ മിഡ് പോയിൻറ്റ് ഓഫ് ദ ആക്സിസ് ഓഫ് ദ സിലിണ്ടർ ആണ് വരിക. പ്ലെയിൻ റെക്റ്റാങ്കുലർ ഓർ സ്ക്വയർ ലാമിന ആണെങ്കിൽ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഡയഗണൽസ് ആണ് വരിക. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ +1 തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തേക്കുക. അതായത് അതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളും അങ്ങനെയൊന്നും നിങ്ങൾ ഓർത്ത് വെക്കണം എന്നില്ല. പക്ഷേ എന്നാലും ഓരോ റെഗുലർ ബോഡിക്കും ഫോർ എക്സാമ്പിൾ റിങ് ഉണ്ടാവും, പിരമിഡ് ഉണ്ടാവും, അങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. ഓരോ റെഗുലർ ബോഡിയുടെയും സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ ഏതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക കൂടെ ഇതിൻ്റെ കൂടെ വേണം.